ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് സമയം, ഞങ്ങളുടെ ഒരു ദിവസത്തെ കുറച്ച് സമയം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ ഉണ്ടാക്കി, എല്ലാതും സെറ്റായി. ഇനി പപ്പടം വറക്കാനുണ്ട്. അപ്പോൾ ഉണ്ണീനൊന്ന് വന്ന് നോക്കാൻ വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിററിലൊക്കെ ഒന്ന് നോക്കി, പിന്നെ വന്ന് നോക്കുമ്പോൾ അമ്മ അത് പപ്പടം വറക്കാൻ തുടങ്ങി. പിന്നെ പപ്പടമൊക്കെ വറുത്ത് ഞാനൊന്ന് മുകളിൽ പോയി നോക്കി. കാരണം അവിടെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ ഒന്നുമില്ല. ഒക്കെ നശിച്ചു പോയിരിക്കുന്നു. കുറേ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. കുറേ പച്ചമുളകും തക്കാളിയും എല്ലാതും ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നശിച്ചു പോയിപ്പോൾ. കാരണം ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മുളകൊക്കെ ഉള്ളു, ചെറിയ മുളകും, പിന്നെ എന്തൊരു പൂവ് അവിടെ, ആ ഒരു പൂവും, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പുതിന ഇലയൊക്കെ ഉള്ളു. ബാക്കിയൊക്കെ നശിച്ചു പോയി. കാരണം ഈ മഴക്കാലമായപ്പോൾ ഇങ്ങോട്ട് കയറാനും പറ്റാതായപ്പോൾ ഞങ്ങളത് വല്ലാണ്ട് ശ്രദ്ധിക്കാണ്ടായി, അത് നശിച്ചൊക്കെ. അങ്ങനെ അതൊക്കെ നോക്കി താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ണിയുടെ കുറേ ടോയ്സുകൾ മറ്റാൾ ഇന്നലെ കളിച്ചിട്ട് അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പോഴിതാ ലച്ചോന്ന് വിളിച്ച്. അപ്പോൾ ഉണ്ണീനെ പോയി നോക്കുമ്പോൾ ആൾ നല്ല ഹാപ്പിയാണ്. ആ ഹാപ്പി മൂഡ് പെട്ടെന്ന് തന്നെ ചേഞ്ചായി, ആൾ വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ മൂഡൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി പിന്നെ ചായ കുടിക്കാമെന്ന് കരുതി. ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്മയും ഞാനും കനിയൊക്കെ ഇരുന്നു. ഞാൻ ചായ കുടിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയും കനിയും ടി വി കണ്ടിട്ട് ചായ കുടിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ഛനും മോളും, എന്നാലും ഞാൻ എന്തൊക്കെയോ അവരോടും പറയുന്നുണ്ട്. ഉണ്ണി ചിരിച്ചിട്ടൊക്കെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. അപ്പോൾ റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോഴാണ് ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവളെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് കാണാറില്ല, കാരണം അവളുടെ ചേട്ടൻ്റെ വീട്ടിലാവും, ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാവും. അങ്ങനെ കാണാറില്ല. അവളെൻ്റെ കളിക്കൂട്ടുകാരിയാണ് കേട്ടോ, റഫ്ന. അതാണ്. ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു കേട്ടോ.